ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കൊരു കുർത്തീസൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വീഡിയോ എടുത്ത ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ സെൽഫി മോഡിലാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മളത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. കാരണം അത് വേറൊരു രീതിയിലാണ് നമ്മുടെ ക്യാമറയിലൂടെ നമുക്ക് കാണുന്നത്. കാരണം ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഇത്രയും ഇതൊന്നും അറിയാതെ ഞാൻ ഇന്ന് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ആ മിസ്റ്റേക്ക് മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോസല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ആ ഒരു സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വീഡിയോ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് വീഡിയോ നോക്കാം. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു ടോപ്പിന് തുണി എടുത്തേ. അപ്പോൾ ഞാൻ പരാഗ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ കോട്ടയത്തൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 90 രൂപയ്ക്കൊക്കെ 90 രൂപ 100 രൂപ അങ്ങനെയൊക്കെയുള്ള ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് കോട്ടൺ അല്ലാത്ത പോളിസ്റ്റർ ടൈപ്പ്, ഈ അജ്രക്കിൻ്റെ ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള കുറേ തുണികളൊക്കെ ഉണ്ട്. അപ്പം എനിക്കിതിന് മുമ്പ് ഇതേ മോഡൽ ഒരു നീലയിൽ വെള്ള കളറ് വരുന്ന ഡിസൈനിലുള്ള ഒരു ഡ്രസ്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എന്തോ പറ്റി അത് പോയി. അപ്പോൾ തൊട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരാഗി പോയ സമയത്ത് അതേപോലത്തെ ഒരു ഡിസൈൻ, അതുപോലത്തെ ഒരു ഏകദേശം വരുന്നൊരു ഡിസൈൻ ഞാൻ കണ്ടു. അപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിപ്പോൾ നൈസായിട്ട് ആ ഡ്രസ്സ് അങ്ങ് വാങ്ങിച്ചു. മെറ്റീരിയൽ അങ്ങനെ മേടിച്ചു. അത് മെറ്റീരിയൽ മേടിച്ച് അതിന് മുമ്പ് ഞാൻ മേടിച്ച 2-3 മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ അതൊക്കെ തയ്ക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഈ ഡ്രസ്സ് ഞാനിതിന് മുമ്പ് കുറേ പേർക്ക് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ കൂടുതലും ഇങ്ങനെ അത് പക്ഷേ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ചതുരൊക്കെ എടുത്ത് തയ്ച്ച് ഫുൾ കൈ വെച്ച് തയ്ക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്തോ നമുക്ക് ചില തുണികളോട് ഭയങ്കര ഒരു ഇത് വരും. പൊതുവേ ഇങ്ങനെ തയ്യൽക്കാർക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ചിലവരുടെ ഡ്രസ്സ് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് അതുപോലത്തെ വേണം എന്നൊരു തോന്നൽ വരും. അതിപ്പോൾ ഞാൻ എവിടെ കണ്ടാലും അല്ലെങ്കിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കാറുമുണ്ട്. അപ്പം ഇതും അതുപോലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തുണി കണ്ട് ഞാനങ്ങനെ വാങ്ങിച്ച് എനിക്ക് നിപ്പി തയ്ക്കാൻ തോന്നി. അങ്ങനെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞാനൊരു വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ തിങ്കളാഴ്ച എനിക്ക് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ എനിക്ക് എന്തോ അത് തയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് വെട്ടുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം മഴയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതുവരെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇത് വന്നത്. അപ്പോൾ ഇതാണ് ആ മെറ്റീരിയൽ. വലിയ ഇതൊന്നും ഇല്ല എങ്കിലും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു മോഡൽ. എന്താണെന്ന് അറിയത്തില്ല, എനിക്കെന്തോ മനസ്സിൽ ഭയങ്കരമായിട്ട് കുടുങ്ങിയൊരു മോഡലാണിത്. ഇതും പിന്നെ അജ്രക്കിൻ്റെ റെഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. എന്നാൽ ഒത്തിരി ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിയിലിരുന്ന് വന്ന് വെട്ടു ആ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട്. അപ്പം അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്ന ഈ തുണിയിൽ എനിക്ക് ഇവിടെ കിടന്ന ഒരു പീസാണ് ഇത്. എന്താ പറയുക, ലൈനിങ് പീസ്. അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ അതെനിക്ക് വേണ്ടുന്നത് ഞാൻ എടുത്തിട്ട് ബാക്കി താഴെ വരുന്ന ഒരു സൈഡിൽ വരുന്ന പീസ് എടുത്ത് മുകളിൽ വെച്ചടിച്ച് കുറച്ച് നീളം കൂട്ടിയെടുത്ത് അങ്ങനെയാണ് ഞാനിത് തയ്ച്ച് എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മുകളിലത്തെ പോർഷനിലേക്ക് ആ ഒരു സംഭവം വെച്ച്, അതുകൊണ്ടാണ് ആ മുകളിലത്തെ പോർഷൻ അവിടെ ഒരു വെട്ട് പോലെ കാണുന്നത്. ഞാൻ അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അത് അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതിപ്പോൾ എനിക്ക് തയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ കസ്റ്റമർക്കൊക്കെ തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കാകുമ്പോഴത്തേനും കുഴപ്പമില്ലല്ലോ. പിന്നെ ഇത് നമ്മൾ വേറെ എങ്ങും വേണ്ടി നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്ത് കയറി എനിക്കത് ഇട്ടേ തീരത്തോളം എന്നിങ്ങനെ തോന്നിയിട്ട് ഞാനിങ്ങനെ സ്പീഡിൽ ഇരുന്ന് വെട്ടുവാണ്. അപ്പോൾ ഒത്തിരി രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വെട്ടാൻ പറ്റത്തില്ല. അതുപോലെ തുണി വെട്ടാൻ തന്നെയല്ല, എനിക്ക് പിന്നെ ലൈറ്റ് കിട്ടത്തില്ല. ഇതിങ്ങനെ വെട്ടുന്ന വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇരുന്ന് വെട്ടുന്നത്. അപ്പോൾ വെട്ടെല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റാക്കിയിട്ട് ഇനി ഞാൻ തയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി അത് തയ്ക്കണം. തയ്ച്ചിട്ട് ഫൈനൽ ലുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ സ്ലീവ് ആട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായോ എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇനി തൊട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോകളൊക്കെ ഉൾപ്പെടുത്താം.
ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാവേ. അപ്പോൾ ദേ ഞാൻ എൻ്റെ ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുർത്തീസൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ.